ഹലോ സുഹൃത്തുക്കളെ, ലോട്ടറി വിന്നറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ലോട്ടറിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ 50 രൂപയാക്കിയതിന് ശേഷം പ്രൈസുകളെല്ലാം വെട്ടിക്കുറച്ചു. സാധാരണ ടിക്കറ്റ് എടുക്കുന്ന ആർക്കും പ്രൈസുകൾ കിട്ടുന്നില്ല. അതുകൊണ്ട് സാധാരണക്കാരായ വിൽപ്പനക്കാരുടെ കച്ചവടമൊക്കെ നന്നായി കുറഞ്ഞിരിക്കുകയാണ്. ഒരു 50 രൂപയാക്കിയപ്പോൾ പ്രൈസുകളും കുറച്ചു, സാധാരണ ആൾക്കാർക്ക് പ്രൈസുകൾ കിട്ടുന്നുമില്ല. ഈ നില തുടർന്നു കഴിഞ്ഞാൽ ഒട്ടേറെ സാധാരണ വിൽപ്പനക്കാർ, ഈ നടന്നു വയ്ക്കുന്നവരും ചെറിയ ചെറിയ സ്റ്റാളുകൾ നടത്തുന്നവരും എല്ലാം ഈ ഒരു കച്ചവടത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും. ഈ ലോട്ടറി മേഖല ഒന്നാകെ സ്തംഭിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഈ ഒരു കാര്യത്തിൽ അടിയന്തിരമായൊരു നടപടി കൈക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ ഒരു മേഖലയെ പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. കാരണം സർക്കാരിന് നല്ലൊരു വരുമാനം കിട്ടുന്ന മേഖലയാണ് ലോട്ടറി മേഖല. അതിൽ തന്നെ ഇപ്പോൾ ഈ സമ്മാനങ്ങളും കാര്യങ്ങളും കുറയുമ്പോൾ ഒത്തിരിയേറെ വിൽപ്പനക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ ഹോൾസെയിൽ ഏജൻറ്റുമാർ വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച ടിക്കറ്റ് എടുക്കുന്നത്, അതായത് ലോട്ടറി ഓഫീസുകളിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നത് ഹോൾസെയിൽ ഏജൻസികൾ ബഹിഷ്കരിക്കണം. ഒരു പ്രതിഷേധ സൂചകമായി. അങ്ങനെ ടിക്കറ്റ് കെട്ടിക്കിടന്നാലെങ്കിലും ഇവരിതിലൊരു എന്തെങ്കിലും ഒരു പ്രൈസിലൊരു മാറ്റവും കാര്യങ്ങളും വരുത്തണം. സാധാരണക്കാരും ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നില്ല. കാരണം ഇവർ ഈ 50 രൂപ മുടക്കുമ്പം ഒരു ടിക്കറ്റ് എടുക്കുന്നവർ 50 രൂപ 2, 3, 4 ഒക്കെ എടുക്കുന്നവരിപ്പോൾ ടിക്കറ്റ് എടുക്കൽ നിർത്തി. കാരണം അവർക്കൊരു 100 രൂപ പോലും അതിൽ കിട്ടുന്നില്ല. ഇതൊരു വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഇതിലുള്ള ഒരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ലോട്ടറി ആയിട്ടുള്ള സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.